വയനാട് മുത്തങ്ങയിലെ ആദിവാസി സമരത്തിനിടെ പോലീസുകാരനായ അബ്ദുൾ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഗീതാനന്ദൻ, രമേശൻ, അനിൽകുമാർ, ബിനു എന്നിവർക്കാണ് ശിക്ഷ. പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വിട്ടയക്കുകയും ചെയ്തു കോടതി. 2ാം പ്രതി അശോകൻ മാത്രമാണ് കൊലപാതകത്തിൽ പ്രതിയെന്നും ഇയാൾ മരിച്ചുപോയതിനാൽ ശിക്ഷ വിധിക്കുന്നില്ല എന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. മുത്തങ്ങ സംഭവം നടന്ന് 23 വർഷത്തിന് ശേഷമാണ് ഈ 2 കേസുകളിൽ ഇന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. കേരള ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ ആദിവാസി സമരങ്ങളിൽ ഒന്നാണ് മുത്തങ്ങയിൽ ഭൂമിക്ക് വേണ്ടി CK ജാനു നയിച്ച സമരം. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 23 വർഷത്തിന് ശേഷമാണ് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. 2003 ഫെബ്രുവരി 19-നാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ ഭൂമി കയ്യേറിയ ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിനിടെ KV വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടത്. 2001 AK ആന്റണി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 1.5 മാസം നീണ്ട സമരം സെക്രട്ടേറിയറ്റ് മുമ്പാകെ നടത്തിയപ്പോൾ കിട്ടിയ ഉറപ്പായിരുന്നു ആദിവാസികൾക്ക് ഭൂമി നൽകും എന്നത്. 3 വർഷം കഴിഞ്ഞ് ജനുവരിയിൽ ഉറപ്പ് പാലിക്കാത്തതിനാൽ CK ജാനുവും ഗീതാനന്ദനും നയിച്ച ആദിവാസി ഗോത്ര മഹാസഭ മുത്തങ്ങ വനഭൂമിയിൽ കുടിൽ കെട്ടി സമരം തുടങ്ങി. 800-ലേറെ ആദിവാസികൾ ഇവർക്കൊപ്പം ഇതേ ഭൂമിയിൽ സമരത്തിന്റെ ഭാഗമായി. സമരക്കാർക്ക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെ തടയുകയായിരുന്നു. സുധാകരനായിരുന്നു അന്ന് വനം മന്ത്രി. ചർച്ചകൾ ഫലം കണ്ടില്ല. ഒടുവിൽ ഫെബ്രുവരി 19-ന് പോലീസ് നടപടി തുടങ്ങി. ആദിവാസികൾ കെട്ടിയ കുടിലുകൾ കത്തിച്ചു. നിരവധി തവണ വെടിവെച്ചു. ആദിവാസിയായ ജോബി സംഭവസ്ഥലത്ത് വെടിയേറ്റ് മരിച്ചു. ഈ പോലീസ് നടപടിക്കിടെയാണ് വിനോദിനെ ആദിവാസികൾ ബന്ദിയാക്കിയത്. വിനോദിനൊപ്പം PK ശശിധരൻ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയും ബന്ദിയാക്കിയിരുന്നു. കഴുത്തിലടക്കം ഗുരുതരമായി മുറിവേറ്റ വിനോദ് ചോര വാർന്നാണ് മരിച്ചത്. ശശിധരന് ഗുരുതരമായി മുറിവേറ്റു. സംഭവത്തിന് മാവോയിസ്റ്റ് ബന്ധമടക്കം ആരോപിക്കപ്പെട്ടു. 57 പ്രതികളുണ്ടായിരുന്നു. 132 ആദിവാസികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച് 37 കുട്ടികളെ അടക്കം ജയിലിലടച്ചതായി പരാതിയുണ്ടായിരുന്നു. 57 പേരെ വിനോദ് വധക്കേസിൽ പ്രതി ചേർത്തു. ഇതിൽ 13 പേർ വിചാരണയ്ക്കിടെ മരിച്ചു. വൈകിയാണെങ്കിലും കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട പോലീസുകാരൻ വിനോദിന്റെ കുടുംബം ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. എന്നാൽ വിധി കുടുംബത്തിന്റെ പ്രതീക്ഷ കാക്കുന്ന തരത്തിലായില്ല. കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ് കോടതി ചെയ്തത്. കൊലപാതകം നടത്തിയ 2ാം പ്രതി അശോകൻ നേരത്തെ മരിച്ചിരുന്നു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. അതാണ് മരണകാരണമെന്ന് കോടതി കണ്ടെത്തി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ല എന്നതാണ് കോടതി പറഞ്ഞത്. ഈ കേസിൽ മറ്റ് പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും വിനോദ് വധത്തിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നും കോടതി പറഞ്ഞു. കൽപ്പറ്റ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സ്പെഷ്യൽ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. കേസിന്റെ നടത്തിപ്പിൽ കുടുംബം തൃപ്തരല്ല എന്ന് വിനോദിന്റെ സഹോദരൻ ബാബു പറഞ്ഞു. അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിന്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മാഹൂതിയെന്നും ബാബു പറഞ്ഞു. ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. അത് എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കൊല്ലപ്പെട്ട ജോഗിക്കും വിനോദിനും നീതി കിട്ടിയില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ TM റഷീദും പറഞ്ഞു. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം CBI അന്വേഷണം നടന്നിട്ട് പോലും ഒരു ഷെഡിനുള്ളിൽ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഒരേ സമയത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും 100 കണക്കിന് പോലീസുകാരുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും IPS ഉദ്യോഗസ്ഥൻ്റെയും മറ്റ് നിരവധി ആളുകളുടെയും മുന്നിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കേസിൽ CBIക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.
മുത്തങ്ങയിലെ ആദിവാസി സമരത്തിനിടെ അബ്ദുൾ സലാമിനും വനപാലകർക്കും പരിക്കേറ്റ കേസിൽ 4 പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി. 1, 3, 5, 11 പ്രതികളാണ് കുറ്റക്കാർ. ഇവർക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 23 മുതൽ 57 വരെയുള്ള പ്രതികൾ നിരപരാധികളാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ, ബിനു, രമേശൻ, കോയാലിപ്പുര, അനിൽകുമാർ എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. അബ്ദുൾ സലാമിനെ ആക്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. വെറുതെ വിടണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. താൻ പൊതുപ്രവർത്തകനാണെന്നും സാമ്പത്തികമായി മോശം അവസ്ഥയിലാണെന്നുമായിരുന്നു ഗീതാനന്ദൻ പറഞ്ഞത്. എന്നാൽ കോടതി ഇതും കണക്കിലെടുത്തില്ല. വിവിധ വകുപ്പുകളിലായി പ്രതികൾക്ക് 19 വർഷവും 7 മാസവും തടവും പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന കാരണത്താൽ 5 വർഷത്തെ ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയാകും. പരിക്കേറ്റ അബ്ദുൾ സലാമിന് 3 ലക്ഷം രൂപയും ശശിധരന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. എന്തായാലും 23 വർഷത്തിന് ശേഷമാണ് കോടതിയുടെ നിർണായകമായ വിധി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.